തൃശൂർ തൃപ്പയാറിൽ കാർ തടഞ്ഞു നിർത്തി യാത്രക്കാരെ ആക്രമിച്ച അജ്ഞാത സംഘം 16 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ മുഖ്യ സൂത്രധാരൻ പിടിയിൽ. അരീക്കോട് മുതുവലൂർ സ്വദേശി നബീലാണ് പിടിയിലായത്. പെൺസുഹൃത്തുമായി ദുബായിലേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് പ്രതി ബംഗളൂരുവിൽ നിന്ന് പിടിയിലായത്. ഈ കേസിലെ മറ്റൊരു പ്രതിയെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നിർത്തിയിട്ടിരുന്ന കാർ ആക്രമിച്ച് 8-അംഗ സംഘം പണം തട്ടിയത്. കവർച്ചക്കാർ എത്തിയ കാർ ഉപേക്ഷിച്ച നിലയിൽ പൂക്കോട്ടൂർ ക്ഷേത്ര പരിസരത്ത് നിന്നും കണ്ടെത്തിയിരുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ $US തരാമെന്ന് വിശ്വസിപ്പിച്ചാണ് പാലക്കാട് നിന്നും 4 പേരെ വിളിച്ചു വരുത്തി പണം തട്ടിയത്. ഇറാൻ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ഷണം. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചത്. അടുത്ത മാസം 4 മുതൽ 9 വരെയാണ് ഇറാനിൽ ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി രാജ്യത്തുടനീളം 3 ദിവസം നീണ്ടു നിൽക്കുന്ന വിലാപയാത്ര സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഫെബ്രുവരിയിലാണ് ഖമനയിൽ കൊല്ലപ്പെട്ടത്. ആയത്തുള്ള അലി ഖമനയെ കൊല്ലപ്പെട്ട ശേഷം അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമനയെ മാർച്ച് 8-ന് പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുത്തിരുന്നു. കൊൽക്കത്തയിൽ നിർമ്മാണത്തിലിരുന്ന ബഹുനില വെയർഹൌസ് തകർന്ന് 3 പേർ മരിച്ചു. 18 പേർക്ക് പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ 10 തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് സൈന്യവും ദുരന്ത നിവാരണ സേനയും എത്തി. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി സ്ഥലം സന്ദർശിച്ചു. തൊഴിലാളികളുടെ മരണത്തിൽ മുഖ്യമന്ത്രി അനുശോചിച്ചു. കൊൽക്കത്ത തുറമുഖ അതോറിറ്റിയിൽ നിന്ന് പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് കെട്ടിട നിർമ്മാണം. നിർമ്മാണം നിയമവിരുദ്ധമായാണ് നടക്കുന്നതെന്ന് പരാതി ഉയർന്നിരുന്നു. കൊടുങ്ങല്ലൂരിൽ ആശുപത്രി വളപ്പിൽ നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടി. മേത്തല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നാണ് 5 അടിയോളം നീളമുള്ള പാമ്പിനെ കണ്ടെത്തിയത്. ആശുപത്രി അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് സർപ്പ വോളണ്ടിയർ കണ്ണൻ അഷ്ടപതി എത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു. ആശുപത്രി പരിസരത്ത് പാമ്പ് ശല്യം പതിവാണെന്ന് ആശുപത്രി ജീവനക്കാരും നാട്ടുകാരും പറയുന്നു.